ഇന്ന് സംഭവിച്ച പ്രധാന ഒന്ന് രണ്ട് വാർത്തകളിൽ ജനങ്ങൾക്ക് ചില പ്രതികരണം നൽകാനുണ്ട്. നമ്മുടെ ടി ആൻഡ് ടോക്കിലെ സ്ഥിരം ഉള്ള സെഗ്മെന്റ് ആണ്. അതിലേക്ക് പോകാം. ആദ്യം നമ്മുടെ ഈ ഒരു ആരോഗ്യരംഗത്ത് ഇന്നലെ സംഭവിച്ച വാർത്തയുണ്ടല്ലോ, അത് വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്, വിഷയമാകുന്നുണ്ട്. അതിലേക്ക് തന്നെയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കാത്തിടത്തോളം കാലം ഇത് തുടർക്കഥയാകും. വയറ്റിൽ കത്രിക കുടുങ്ങി ഏറെക്കാലം ദുരിതം അനുഭവിച്ച ഹർഷിനയുടെ വാക്കുകളാണിത്. ഹർഷിനയുടെ ദുരിതവും പോരാട്ടവും അതിജീവനവും കണ്ടും കേട്ടും ഞെട്ടിയ കേരളത്തിന് മുന്നിലേക്കിതാ സമാനമായ മറ്റൊരു സംഭവം കൂടി. വയറ്റിൽ കത്രികയുമായി ഉഷ കഴിഞ്ഞത് 5 വർഷമാണ്. 5 അല്ല 50 വർഷമായാലും കത്രിക വയറിൽ കിടന്നാൽ ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്ന ഡോക്ടറെയും നമ്മൾ ഇന്ന് കേട്ടു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്നത് ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ദുരിതം പേറുന്നവർക്കൊപ്പം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു പറയുമ്പോഴും ചോദ്യം ബാക്കിയാണ്. ആരോഗ്യമേഖലയിലെ സിസ്റ്റം തകരാറിലോ? തെരഞ്ഞെടുപ്പ് കാലത്ത് കരുതൽ വേണമെന്ന സർക്കുലറിൽ എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ മാത്രം മതിയോ ശ്രദ്ധ? ജനം ഇക്കാര്യത്തിൽ പറയട്ടെ. ജനങ്ങളുടെ പ്രതികരണം സനിസ തിരുവനന്തപുരത്തുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഒരു കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ട മേഖലയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ്. എന്നാൽ ഇന്ന് ആരോഗ്യ വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്? സിസ്റ്റം തകരാറിലാണോ? ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം തൈക്കാടുള്ള അമ്മയും സ്ത്രീകളുടെയും ആശുപത്രിയിലാണ്. ഇവിടെയുള്ള പൊതുജനങ്ങളോട് ചോദിക്കാൻ നമുക്ക് എന്താണ് സംഭവിച്ചത്. ഈ സർക്കാർ ആശുപത്രികളിൽ വരുമ്പോൾ സിസ്റ്റം തകരാറിലാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. തയ്യാറാണോന്നും അറിയില്ല. നമുക്ക് വേറെ കുഴപ്പമില്ല ഇവിടെ ആശുപത്രി. എനിക്കിതുവരെയായിട്ട് നല്ലതായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്ക് 5 വർഷമായിട്ട് പ്രഗ്നൻസിയിൽ ലേറ്റ് ആയിട്ട് ആയ ആളാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആയതും. പിന്നെ അത് മാത്രമല്ല, പ്രഗ്നൻസി ആയിട്ടുള്ള വുമൺസിനൊക്കെ കുറേ കാര്യങ്ങളിലൊക്കെ ഫീസ് അളവൊക്കെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിതുവരെ നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ഇല്ല, ഇവിടെ അങ്ങനെ വേറെ പ്രശ്നമായിട്ടുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു, ഇപ്പം ഇവിടെ ആയിരുന്നു. മൊത്തം ചികിത്സയും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിരുന്നില്ല. വേറെ അങ്ങനെ തകരാറിലാണ്, വേറെ കുഴപ്പമായിട്ടൊന്നുമില്ല. നല്ല മൊത്തത്തിൽ തകരാറിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇവിടെ വന്നിട്ടും വേറെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളില്ല. പലരും ഇപ്പോഴും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികൾ തന്നെയാണ്. എന്നാൽ ഇത്തരം വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ പലരും പറയുന്നത് അവരുടെ പ്രസവമടക്കം അവർക്ക് സാധ്യമായത് ഇത്തരം സർക്കാർ ആശുപത്രികളിലെ ചികിത്സ കൊണ്ടാണെന്നാണ്. 1, 2 അല്ലെങ്കിൽ 3 ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ചികിത്സാ പിഴവ് മൂലം മൊത്തത്തിൽ ആരോഗ്യ മേഖലയെ ആക്ഷേപിക്കരുത് എന്നൊരു അഭിപ്രായം തന്നെയാണ് എല്ലാ പൊതുജനത്തിനും പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ഷമീമിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.